നിർമ്മല കോളേജ് വിഷയത്തെക്കുറിച്ച് രണ്ട് വാക്ക് മതിയോ? എൻ്റെ നിർമ്മല കോളേജ് വിഷയം ഞാൻ ഇന്നലെ തൊടുപുഴ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അത് ഒരു വീഡിയോ ആയിട്ട് എസൻസ് ഗ്ലോബൽ ഇട്ടിട്ടുണ്ട്, ന്യൂറോൺസ് ചാനലിൽ. നമ്മളുടെ പ്രഖ്യാപിതമായിട്ടുള്ള നയം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മത ഇടങ്ങൾ കൂടുതൽ മതേതരമാക്കുക, മതേതര ഇടങ്ങൾ കൂടുതൽ മതരഹിതമാക്കുക, മതരഹിത ഇടങ്ങൾ കൂടുതൽ മാനവികമാക്കുക. അപ്പോൾ മത ഇടങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഉത്സവം നടക്കുന്നു, അല്ലെങ്കിൽ ക്ഷേത്രം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, അവിടെയൊക്കെ എല്ലാ മതസ്ഥർക്കും എല്ലാ വിഭാഗങ്ങൾക്കും പ്രവേശനം കൊടുക്കുക, അവരെ സഹകരിപ്പിക്കുക. അപ്പോൾ അവിടെ ഒരു ഇൻക്ലൂഷൻ വരും. അതാണ് ഈ മത ഇടങ്ങൾ മതേതരമാക്കുക എന്ന് പറയുന്നത്. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, അല്ലെങ്കിൽ അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല എന്നൊക്കെയുള്ള ഒരു രീതി മാറ്റിയിട്ട് അത് കൂടുതൽ മതേതരം ആക്കുക. അവരുടെ മതം അല്ല, മറിച്ച് എൻ്റെ താല്പര്യമാണ് എന്നുള്ള രീതിയിൽ എല്ലാ ദൈവങ്ങളെയും, എല്ലാ മത സംഹിതകളെയും മതസ്ഥാപനങ്ങളെയും എല്ലാത്തരം മനുഷ്യർക്കും അക്സസിബിൾ ആക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരു ഭേദപ്പെട്ട കാര്യമായതുകൊണ്ടാണ് അതിനെ പറയുന്നത്. ദാറ്റ് ഈസ് നോട്ട് അവർ എന്താ പറയുന്നത്, ലക്ഷ്യം അതല്ല. ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതേതര ഇടങ്ങളെ മതരഹിതമാക്കുക. നമ്മുടെ മതേതര ഇടങ്ങൾ, നമ്മുടെ വളരെ മതേതരം എന്ന് പറയുന്നതൊക്കെ ശരിക്കും മതേതരമല്ല, സ്യൂഡോ ആണ് പലതും. മതമൈത്രിയാണ് നമ്മൾ മതേതരം എന്ന് വിളിക്കുന്നത്. മതമൈത്രി ഈസ് നോട്ട് ഇനഫ്, ബിക്കോസ് മതമൈത്രി നല്ലതാണ് തീർച്ചയായിട്ടും. ഗാന്ധി ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ സ്ട്രൈഫ് ഇല്ലാതെ കഴിയുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പം മതതരമായിട്ടുള്ള ഇടങ്ങളെ കൂടുതൽ മതരഹിതമാക്കുക. മതം എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ആവശ്യം തന്നെ ഇല്ല. അതുപോലെ തന്നെ മതരഹിതമായ ഇടങ്ങളെ കൂടുതൽ മാനവികമാക്കുക. മതരഹിതം എന്ന് പറഞ്ഞാൽ സെക്കുലർ സ്പേസ് പൂർണ്ണമായിട്ടും ഇറിലീജിയസ് ആക്കുക. ഇറിലീജിയസ് ആയിട്ടുള്ള സ്പേസിൽ മൂല്യങ്ങൾ, നല്ല മൂല്യങ്ങൾ, നമ്മൾ പറയുന്നത് സദാചാരം, നല്ല ആചാരങ്ങൾ. നമ്മൾ സദാചാരം എന്ന് പറയുന്ന ടൈപ്പ് സാധനമല്ല. മനുഷ്യൻ കൂടുതൽ ഒന്നാണെന്നുള്ള തിരിച്ചറിവോടുകൂടി പരസ്പര സ്നേഹവും ഐക്യവും പരസ്പര സഹായവും ഒക്കെയുള്ള ഒരു മൊറാലിറ്റി, ഒരു സ്പീഷീസ് ബോധം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഈ മതം കടന്നു വരാൻ പാടില്ല. അതൊരു മതേതര ഇടമാണ്. നിങ്ങൾ മത സ്ഥാപനങ്ങളിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാമല്ലോ. നിങ്ങൾ എന്തിനാണ് ഈ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് വന്നിട്ട് അവിടെ നിങ്ങളുടെ മതം മാലിന്യങ്ങൾ ഇങ്ങോട്ട് വലിച്ചഴിച്ചുകൊണ്ട് വരുന്നത്? ഇതാരെ കാണിക്കാനാണ്? മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താനാണോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇംപ്രസ് ചെയ്യിക്കാനാണോ? ഞങ്ങൾ വളരെ ബ്ലൈൻഡാണ്, വി ആർ ഡാഷ് ബ്ലൈൻഡ്. ഇത് ആരെ കാണിക്കാനാണ്? ഇത് സത്യത്തിൽ ഒരു ഉന്മാദ അവസ്ഥയിൽ, ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഈ കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളാണിത്. ഈ മതത്തിമിരം, മതഭ്രാന്ത് ആണല്ലോ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മുഖ്യധാര മതം പോലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ നിർമ്മല കോളേജിനെ സംബന്ധിച്ച് തന്നെ അടുത്തുള്ള കുറേ മഹല്ല് കമ്മിറ്റിയുടെ നേതാക്കളൊക്കെ വന്ന് പറഞ്ഞു, ഈ കുട്ടികൾക്ക് തെറ്റുപറ്റിപ്പോയി, അവർക്ക് പിഴവ് പറ്റിപ്പോയി, അവർക്ക് യഥാർത്ഥ മതമാർഗത്തിലല്ല അവർ സഞ്ചരിക്കുന്നത്. ശരിയാണ്, അത്രയെങ്കിലും തിരിച്ചറിവ് അവർക്കുണ്ട്. അതുപോലും ഇല്ലാതെയാണ് ഈ കുട്ടികളെ ഈ സംഘർഷത്തിലേക്ക് വലിച്ചഴിക്കാനായിട്ട് ചില വിദ്യാർത്ഥി നേതൃത്വങ്ങൾ ശ്രമിച്ചത്. മതം തന്നെ പറയുന്നു, ഞങ്ങൾ ഇതിനൊന്നും തയ്യാറല്ല, ഞങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമില്ല, പ്രാർത്ഥിക്കാനുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ വേറെ സംവിധാനങ്ങളുണ്ട്, അത് വേറെ രീതിയിലാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഇതേപോലെയുള്ള ബഹുസ്വര സമൂഹങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് ഈ നിസ്കാരവും പൂജയും ഹോമവും കുർബാനയൊക്കെ കൊണ്ടുവരുന്നത് ശരിയല്ലെന്ന് തിരിച്ചറിയാനുള്ള ബോധം ഈ മത നേതാക്കൾക്കും മതത്തിനുമുണ്ട്. അതുപോലും ഇല്ലാത്ത കുറേ എണ്ണം ഇവിടെ ഉണ്ട്. ഇത് ഈ മതത്തെ പ്രീണിപ്പിക്കാനായിട്ടുള്ള, മതത്തിൽ യാതൊരു രീതിയിലുള്ള പരിഷ്കാരങ്ങളോ തിരിച്ചറിവുകളോ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന കുറേ മനുഷ്യരിവിടെ ഉണ്ട്. അവരും സ്വയം അടയാളപ്പെടുന്ന മതേതരവാദികളെന്നും പിന്നെ എന്തൊക്കെയോ ആണ്, മനുഷ്യ സ്നേഹികളെന്നും മനുഷ്യപ്പറ്റ് ടീമുകളും എന്നൊക്കെയാണ്. ഇതൊരു പറ്റിക്കലാണ് ശരിക്കും. ഇതെന്തായാലും ഞാൻ വളരെ കൃത്യമായി അഭിനന്ദിക്കുകയാണ് ഈ നിർമ്മല കോളേജിനോടനുബന്ധിച്ചുള്ള ഈ മഹല്ല് കമ്മിറ്റിക്കാർ, അതിൻ്റെ ഭാരവാഹികൾ വന്ന് പറഞ്ഞത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ പാർട്ടികളുടെ ഈ ചുടിചോറ് വാരുന്ന ടീമുകൾക്കും ഒരു താക്കീതായിട്ട് മാറണം.
നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവരെ അങ്ങ് വെറും വിഡ്ഢികളാക്കി, ഇവർക്കൊന്നും ഒന്നും അറിയില്ല, വികാരജീവികളാണ് ഇവർ, പ്രീണിപ്പിച്ചുകൊണ്ടേ ഇരുന്നാൽ മതി, എന്തു തെറ്റ് ചെയ്താലും ന്യായീകരിച്ച് കഴിഞ്ഞാൽ വോട്ടിങ് പോരും എന്നുള്ള രീതിയിൽ എല്ലാത്തരം അട്രോസിറ്റീസിനും പിന്തുണ കൊടുക്കുക. അവർ പിന്മാറിയാൽ പോലും ഞങ്ങൾ പിന്മാറില്ല, അവർ വേണ്ടെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ വേണ്ടെന്ന് പറയില്ല. ഇവിടെ കുറേ സമരാഭാസങ്ങളൊക്കെ നടന്നല്ലോ. എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? ഇപ്പോൾ പൗരത്വ ബില്ല് തന്നെ എടുക്കുക. എന്തായിരുന്നു വിഷയം യഥാർത്ഥത്തിൽ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സമൂഹത്തെ മുഴുവൻ ഇങ്ങനെ കുത്തിയിളക്കി പ്രകോപിപ്പിച്ച് അവർ തന്നെ അവർക്കറിയാലോ, അവരെ ഈ സത്യത്തിൽ ഇത് മനസ്സിലാക്കുന്ന ഒരു വലിയൊരു ജനത ഈ മതസമൂഹങ്ങൾ വളർന്നു വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ അനാവശ്യമായ കാര്യമാണെന്ന് അവർക്ക് തന്നെ അറിയാം. എന്നാലും അവർ മാറിയാലും നിങ്ങൾ മാറണ്ട, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മരിക്കാനും തയ്യാറാണ്. ജാതി കുത്തിത്തിരിപ്പും ഇയാഗോവർക്കുമാണ് ഈ നടക്കുന്നത്. ഇത് അവർക്കുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ദേ ഹാവ് സെറ്റിൽഡ് ബിറ്റ്വീൻ ഈ റിലീജിയസ് മതങ്ങൾക്ക് എപ്പോഴും അവർക്കിടയിലുള്ള സംഘർഷവും അവർക്കിടയിലുള്ള ഭിന്നതയും പറഞ്ഞു തീർക്കാനും ഒക്കെ ഒരു സോഫ്റ്റ്വെയർ അവർക്കുണ്ട്. അതെല്ലാ മതങ്ങൾക്കും എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ട്. അത് എപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല. വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ അവർ തമ്മിലടിക്കും, അവർ തമ്മിൽ വർഗീയലഹള ഉണ്ടാവും. അതിപ്പോൾ ഇന്ത്യയുടെ ചരിത്രം നോക്കിയാലും ഉണ്ടാവും. പക്ഷേ അല്ലാത്ത കാലഘട്ടത്തിൽ അവർ ചിലപ്പോൾ പരസ്പരം വാരിക്കൊടുക്കും. അത് അങ്ങനെയാണ്. അത് മനുഷ്യൻ്റെ ഒരു അതിജീവന തന്ത്രമാണ്. ഭിന്നതയുള്ള ആളുകൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അത് വന്യജീവികൾക്കിടയിൽ പോലും ഉണ്ടാകുന്നതാണ്. അതുപോലും ഉണ്ടാകാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന കുറേ ഇയാഗോ ടീമുകളുണ്ട്. അവരുടെ ഹാൻഡി വർക്കാണ് യഥാർത്ഥത്തിൽ ഈ നിർമ്മല കോളേജിൽ അതേപോലെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ കുത്തിയിളക്കി എരിവ് കയറ്റി വിട്ടിട്ട് മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കുന്നത്. അതിനെതിരെയുള്ളൊരു താക്കീത്. അതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം. ഒരിക്കലും അത് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. ദയവേത് അവരെ കാര്യം നോക്കാൻ അവരെ അനുവദിക്കുക. നിങ്ങൾ അവരുടെ യജമാനന്മാരും നിങ്ങൾ അവരുടെ സംരക്ഷകരും ഒന്നുമായിട്ട് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും വളരെ നല്ലത് എന്നുള്ളതാണ്. ഈ എയ്ഡഡ് കോളേജൊക്കെ ആണെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള നിങ്ങളീ പറയുന്ന സ്വകാര്യ മാനേജ്മെൻ്റ് ആണെങ്കിൽ പോലും ഒരു സ്കൂളിൽ എവിടെയാണെന്നതിന് കോഴിക്കോടം കണ്ടാണെന്ന് തോന്നുന്നു, അവിടെ ഒരു സിംഗിൾ മാനേജ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് അതിനകത്ത് കൃത്യതയില്ലാത്തതുകൊണ്ടാണ് ഞാൻ തോന്നുന്നതെന്ന് പറഞ്ഞാൽ, പുള്ളി മാനേജർ രാത്രിയിലെങ്ങാണ്ട് ഒരു ഗണപതി പൂജ ആ സ്കൂളിൽ നടത്തി. അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യണം എന്ന് വരെയൊക്കെയുള്ള അയാൾക്കെതിരെ കേസും കൊടുത്തു വരാനുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പൊതുവിടെ അയാൾക്ക് രാത്രി പൂജ ചെയ്യണമെങ്കിൽ എന്തിനാ സ്കൂളിൽ കൊണ്ടുവന്ന് ചെയ്യുന്നു എന്നുള്ളതുണ്ട്. ഈ പല സ്കൂളുകളിലും പല സാങ്കേതിക സ്ഥാപനങ്ങളിലൊക്കെ ഈ പൂജ വെപ്പ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അവരുടെ എല്ലാ സാധനം കൊണ്ടുവച്ച് ഇതെല്ലാം നിരോധിക്കുക അല്ലാതെ നിന്ന് അനുവദിക്കാൻ പാടില്ല. നിങ്ങൾ ഈ പൂജയൊക്കെ വീട്ടിലിരുന്ന് ചെയ്യൂ, നിങ്ങളുടെ ആരാധനയിൽ നിങ്ങൾ ചെയ്യൂ. നിങ്ങൾ പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു ദിവസം 2 ദിവസം ഏതെങ്കിലും ഒരു മലയുടെ മണ്ടയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കൂ. എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം? ഗുഹയ്ക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കൂ, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കൂ, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കൂ, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കൂ. നിങ്ങൾ എന്തിനാണ് ഈ പൊതു ഇടങ്ങളിൽ വന്ന് ഇതേ മാലിന്യം വലിച്ച് അവിടെ കൊണ്ടുവരുന്നത്? ഇത് ആരെ കാണിക്കാനാണിത്? പിന്നെ അതുപോലെ തന്നെ ഈ പൊതു ചടങ്ങുകളിലൊക്കെ എല്ലാവരും ആദ്യം നമുക്ക് എഴുന്നേറ്റ് നിന്ന് ജഗദീശ്വരനെ സ്തുതിക്കാം എന്നൊക്കെ പറഞ്ഞ് കൂറത്തിലും എന്താണ് ജഗദീശ്വരനെ എല്ലാ ദിവസവും എല്ലാ സമയവും ഇനി എവിടെയൊക്കെയാണ് ഇരുന്ന് സ്തുതിക്കാത്തത്? നിങ്ങൾ ഈ പൊതു ഇടങ്ങളെ എങ്കിലും വെറുതെ വിടുക. എയ്ഡഡ് കോളേജുകളിലൊക്കെ ഈ മത മാനേജ്മെൻറ്റുകൾ നടത്തുന്നത് അവിടെ ധ്യാനക്കൂടും കുമ്പസാരക്കുറിയൊക്കെ കൊണ്ടുവരുന്നത് ഈ ഭരണഘടനാപരമായിട്ട് തന്നെ തെറ്റാണ്, അനുചിതമാണ്. ഇതൊക്കെ അവസാനിപ്പിക്കേണ്ടതാണ്. ഞാൻ പല സ്കൂളുകളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അവിടുത്തെ 1ാം റാങ്കുകാരി ഒരു ധ്യാനക്കൂടിയുണ്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ബാക്കി 2ാം റാങ്കുകാരി 3ാം റാങ്കുകാരി എല്ലാം പ്രാർത്ഥിക്കില്ല. കാരണം ഇവൾക്ക് 1ാം റാങ്ക് കിട്ടാൻ കാരണം ഈ പ്രാർത്ഥനയാണ് എന്നുള്ള സോഫ്റ്റ്വെയറാണ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നത്. ഈ സാധനം എന്താണ്? ആളുകൾ ഈ കൊപ്പയാണ്, കൊതി, പേടി, എന്തോ ആനമുട്ട കിട്ടും എന്നുള്ള രീതിയിലാണല്ലോ ആളുകൾ പ്രാർത്ഥിക്കുന്നത്. ഈ പറയുന്ന പോലെ കോഴിക്കാല് മുതൽ കുഞ്ഞിക്കാല് വരെയുള്ള ഐറ്റങ്ങൾ അതിനകത്തുണ്ടാവും. ചിലപ്പോൾ പ്രൊമോഷനാവും, മാർക്കാവും, നടുവേദനയായിരിക്കും, എന്തോ കിട്ടുമെന്ന് പറഞ്ഞാണ് ഈ ആളുകൾ പ്രാർത്ഥിക്കുന്നതല്ലേ. അല്ലാതെ അഭയം എന്നൊക്കെ പറയുന്നത് എന്താണ്? ആക്ച്വലി ഇതൊരു സ്വാർത്ഥതയുടെ ഒരു പാരമ്യതയാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം ഒരു മതേതര ഇടങ്ങളിൽ നിന്ന് ഇതെല്ലാം സെക്കുലർ സ്പേസിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്.